യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന നിന്നെ തട്ടിയെടുക്കുവാൻ, യേശുവിൻ്റെ കരങ്ങളിലിരിക്കുന്ന നിന്നെ പിടിച്ചു പറിച്ച് വലിച്ചു കീറിയെറിയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ കരം നിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കരം നിന്നെ ഉയർത്തും. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവം നമ്മെ താങ്ങി നിർത്തിയതല്ലേ? തളർന്നു വീഴുമെന്ന് തോന്നിയ എത്രയോ സന്ദർഭങ്ങളിൽ ഇന്നും ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ, വേദനകളുടെ, പ്രതിസന്ധികളുടെ, മാനസിക മേഖലകളുടെ, വെല്ലുവിളികളുടെ, ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിൽ അയ്യോ ഞാൻ തളർന്നു പോയി എന്ന് തോന്നിയ എത്രയോ സന്ദർഭങ്ങളിൽ ഈ കരം നമ്മെ താങ്ങി. പ്രിയപ്പെട്ടവരെ, ഇതൊരു അത്ഭുത കരം തന്നെയാണ്. വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു, അവൻ്റെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 40-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, അവൻ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിണാമം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴി കൊണ്ട് കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ട് കുന്നുകൾ തുലാസ് കൊണ്ട് തൂക്കുകയും ചെയ്യുന്നു. കുന്നുകളെ തുലാസ് കൊണ്ട് തൂക്കിയ കരമാണ് ദൈവത്തിൻ്റെ കരം. ഉള്ളം കൈകൊണ്ട് വെള്ളത്തെ കോരിയ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വെള്ളത്തെയും, സപ്തസാഗരങ്ങളുടെ വെള്ളത്തെയും ഉള്ളംകരങ്ങളിൽ അവൻ കോരി എന്ന് എഴുതിയിരിക്കുന്നു. അവൻ്റെ കൈ ഞാണുകൊണ്ട് ഭൂമിയെ അളന്നു. തമ്പുരാൻ ഇങ്ങനെ ഒന്ന് പിടിച്ചപ്പോൾ ഭൂമി മുഴുവൻ അളക്കപ്പെട്ടു. ഈ ഭൂമിയിലെ സമസ്ത പർവ്വതങ്ങളെയും അവൻ വെള്ളിക്കോൽ കൊണ്ട് തൻ്റെ കൈ കൊണ്ട് തൂക്കി. ഭൂമിയെ വെള്ളിക്കോൽ കൊണ്ട് തൂക്കിയ, ഈ ഭൂമിയിലെ സപ്തസാഗരങ്ങളിലെ ജലത്തെയും ഉള്ളം കൈയിൽ കോരിയ ആ സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരമല്ലേ നിങ്ങളെ പിടിച്ചിരിക്കുന്നത്? അതൊരു താങ്ങും കരമല്ലേ? അത് നിങ്ങളെ താങ്ങിയ കരമല്ലേ? ഇനിയും ആ കരത്തിൽ മാത്രമല്ലേ എൻ്റെയും നിങ്ങളുടെയും പ്രതീക്ഷ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, വേദനകളിൽ, വെല്ലുവിളികളിൽ ആ ഒരു ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടാകണം. എന്നെ കൈവിടാത്ത ഒരു ദൈവം എനിക്കുണ്ട്. യേശു കർത്താവ് പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ ആടുകളെ ആരും പിടിച്ചു പറിക്കുകയില്ല. യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന നിന്നെ തട്ടിയെടുക്കുവാൻ, യേശുവിൻ്റെ കരങ്ങളിലിരിക്കുന്ന നിന്നെ പിടിച്ചു പറിച്ച് വലിച്ചു കീറിയെറിയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ കരം നിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കരം നിന്നെ ഉയർത്തും. ആമോസ് എന്ന പ്രവാചകൻ പറയുന്നു, ഞാൻ പ്രവാചകനുമല്ലായിരുന്നു, പ്രവാചക ശിഷ്യനുമല്ലായിരുന്നു, ഞാൻ ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമായിരുന്നു. എന്നാൽ യഹോവയുടെ കരം എന്നെ പിടിച്ചു. എന്നെ ഏത് കരമാണോ പിടിച്ചത് ആ കരമാണ് എന്നെ അഭിഷേകം ചെയ്തത്. എന്നെ ഏത് കരമാണോ പിടിച്ചത് ആ കരമാണ് എന്നെ ഉയർത്തിയത്. ഇന്നും ആ താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം നോകുമ്പോൾ ശാശ്വത പാറയാകുന്ന ക്രിസ്തു ഇന്ന് തൻ്റെ അത്ഭുത കരത്താൽ നിങ്ങൾക്ക് പുതുജീവൻ നൽകും.